നാടമ്പരാലാണേ. കുറേ നാളായിട്ടാ നാടൻ കിട്ടിയിട്ട്. ഒരു കുഞ്ഞി അവിടെ നിന്ന് കയറി അടിക്കൂട്ടോ, നല്ല സ്പോട്ടാണത്. ആ ഇങ്ങനത്തെ സൈസ് കിട്ടിയത് ഡീസൻറ്റ് സൈസ്. രണ്ടെണ്ണം അത് കിട്ടിയിട്ട് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാലം എങ്ങനെയാട്ടോ. ഒറ്റ പോക്ക്. നമ്മൾ അങ്ങോട്ട് നോക്കിയപ്പോൾ കേട്ടോ മീനടിച്ചത്. ഒരു കുഞ്ഞി പിരാലട്ടാ, റിലീസിങ് സൈസാണ്. നമുക്കൊരു അക്വേറിയം കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ മീനൊന്നും ഇട്ടിട്ടില്ല. പറ്റുകയാണെങ്കിൽ സർവൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അക്വേറിയത്തിലിടാം. വളർത്താൻ പറ്റിയ സൈസാണ്. നമ്മൾ ഇതിനെ കണ്ടില്ല, അടി കണ്ടില്ല. നമ്മൾ അങ്ങോട്ട് നോക്കിയപ്പോൾ തന്നെ ഇവന് ഇവിടെ നിന്ന് പൊട്ടിച്ച്. വലുതെല്ലാം അടിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ചീറ്റോ ഫ്രോഗാണ് യൂസ് ചെയ്യണത്. പക്ഷേ ചീറ്റോ ഫ്രോഗ് തന്നെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സർവൈവ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അക്വേറിയത്തിലിടാം. പോയട്ടാ. മഴ ചെറുതായിട്ട് മാറി, പക്ഷെ മഴക്കാറുണ്ട് കേട്ടോ. സൈസ് ബ്രാലട്ടാ, സൈസ് ബ്രാലടിച്ചിട്ടുണ്ട് ഗൈസ്. അതാണ് നമ്മൾ കുറേ ഫ്രോഗ് ഇറങ്ങി കേട്ടോ. അവസാനം എന്ത് ചീറ്റോ ഫ്രോഗ്. അയ്യോ ചെറിയ ഹുക്കാണ്, കഥ പറയണില്ല. അതിനും ഞാൻ പണ്ട് തൊട്ട് ചീറ്റോ ഫ്രോഗാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് ചീറ്റോ ഫ്രോഗിൽ. ഇത് നാടൻ ബ്രാലട്ടാ. കുറേ നാളായി നാടൻ അടിച്ചിട്ട്. അടിപൊളി. ഇറങ്ങിയിട്ട് എന്തായാലും നമുക്ക് നഷ്ടം വന്നില്ല. കാണിക്കാനായിട്ടാണെങ്കിൽ പടക്കല്ലേ, ഇതിപ്പോൾ എങ്ങനെയാ? പടക്കല്ലേ കുഴപ്പമില്ല. ദേ നാടൻ ബ്രാൽട്ടാ. ഇതാണ് നമ്മുടെ നാടൻ. കിട്ടണം മൊത്തം വിയറ്റ്നാമാർന്ന്. കണ്ട കറുത്തിരിക്കണ് നാടൻ ബ്രാൽട്ടാ. അടിപൊളി.
കുറേ നാളായിട്ടാ നാടൻ കിട്ടിയിട്ട്. സൂര്യപ്രകാശം അടിക്കാൻ എൻ്റെ സ്കെയിൽസൊക്കെ തിളങ്ങിക്കണണ്ട. അതെ ഗായ്സ്, കുറേ നാൾക്ക് ശേഷം കിട്ടിയ നാടൻ വരാലട്ടാ. നാടൻ വരാലാണേ. തലയുടെ മുഴുപ്പൊക്കെ കണ്ട, കൈ വട്ടം പിടിച്ചോക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. യൂസ് ചെയ്യണ ചീറ്റോ ഫ്രോഗ്, സീസർ, മെഗാക്കുട, ചേറോൺ റോഡ്. സീറ്റോലടിച്ച നാടൻ. അവിടെ നിന്ന് കയറി അടിക്കൂട്ടോ, നല്ല സ്പോട്ടാണത്. അടിക്കൂട്ടോ, നല്ല സ്പോട്ടാണത്. വലുതാണ്. നമ്മുടെ നേർക്ക് ഓടണം. ചേർന്നാന്ന് ഓർത്തിട്ടാ, പക്ഷെ ചേർന്നല്ല. സൈസ് ബ്രാല് ശരിക്കും എടുത്തിട്ടാ ഫ്രോഗ്. സൈസ് എന്ന് പറഞ്ഞാൽ 1 കിലോ മേലെ തന്നെ ബ്രാലി. ഓക്കെ, സൈസ് ബ്രാലട്ടാ, 1 കിലോ മേലെ എന്തായാലും ഉണ്ട്. ഓക്കെ, ഫ്രോഗ് നോവാ ജൂനിയറാണേ. ചേർന്നാന്ന് ഓർത്തിട്ടാ, നല്ല പിടുത്തം തന്ന്. എന്താ അടിപൊളി സാധനം കേട്ടാ, അടിപൊളി മുതൽ സാധനം. ഒന്നും കാണിച്ചാലത് കേട്ടോ നമ്മളെ ബ്രാലി. തലയടക്കം മുഴുപ്പുണ്ടോ, സൈസ് സാധനം. ഇപ്പം കിട്ടിയതിൻ്റെ ഇതിൻ്റെ വ്യത്യാസം കണ്ട. ഇപ്പം കിട്ടിയതിൻ്റെ ആദ്യം കിട്ടിയതിൻ്റെ വ്യത്യാസം കേട്ടോ ഗൈസ്. അപ്പോൾ അതേ ആ 2 തന്നെ കേട്ടോ, പിന്നെ വേറെ ഒന്നും കിട്ടിയില്ല. ഇരുട്ടായി. ഇത് നമ്മൾ പയ്യനെ കയറാട്ടോ. സൈസ് 2 ബ്രാലി കിട്ടിയിട്ടുണ്ടേ, നാടനും വിയറ്റ്നാമും. കണ്ടാൽ മനസ്സിലാവും, നാടൻ ബ്രാലി മഞ്ഞ ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളത്. ഇത് കറക്റ്റ് വിയറ്റ്നാം. ഒരു നീല പച്ച പോലത്തെ കണ്ടുണ്ട്. ഓക്കെ, യൂസ് ചെയ്യണ സീസർ, മെഗാക്കുട, ഹവാസ്, സിംബാദ്, ബ്രൈഡ്, ചീറ്റോ ഫ്രോഗിലാട്ടോ കിട്ടിയത്. ഇപ്പോൾ കിടക്കണ നോവ ജൂനിയറാണ്. ചേറോ റോഡ്. ഇവനാണ് ഹൈലൈറ്റ്. 1 കിലോ അടുത്ത് തന്നെ ഒരു ബ്രാലാണ്. അല്ല, 1 കിലോ മേലെ തന്നെ ഒരു ബ്രാലാണ്. അടിച്ച് പോയി. ഞാൻ മീനുണ്ടെന്ന് ഓർത്ത് വലിച്ചു കയറ്റാ. അടിച്ചടിച്ചടിച്ചടിച്ച് പോയി. പാലാങ്കണ്ണി വന്നുണ്ടേ. ദേ വന്നി. ആ ഡീ കൂടെ തന്നെ എടുത്തോട്ടെ, എൻ്റെ ബ്രൈഡ് അവിടെ ഉണ്ട്. യെസ്. വിട്ട് ദേ കിട്ടിയ പാലാങ്കണ്ണി കേട്ടോ, അടിപൊളി സാധനം. എനിക്ക് ആദ്യം ഓർമ്മ അടിച്ചിട്ട് പോയി. അത് ചെറുതാട്ടാ, പിന്നെ പകുതി പോലും ഉണ്ടാവില്ല. ഇത് നല്ല സൈസ് കിട്ടിയിട്ടുണ്ട്, തരക്കേടില്ലാത്ത സൈസ്. ഇങ്ങനത്തെ സൈസ് കിട്ടിയത് ഡീസൻറ്റ് സൈസ്. എൻ്റെ വലിയ അയിലെല്ലാം മേടിക്കൂലേ, ആ സൈസ്. ഓക്കെ, 2 അടിച്ചിട്ടുണ്ടേ. അധികം കളിപ്പിക്കണ്ട കയറ്റിക്കോ. 2 ഉണ്ട്. പോയി 2 ഉണ്ടായില്ലേ? പോയാ
ഗൈസ് ഇത് തന്നെ രണ്ടാമത് ഇട്ടിട്ട് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാലം തന്നെയാട്ടോ. സബിക്കിലാണ് അടി, നമ്മ ചെറിയ ജിഗ് മാത്രമേ ഉള്ളൂ. നോക്കട്ടെ കേട്ടോ. അമ്പനോട് 1/2 കിലോൻ്റെ അടുത്തായല്ല. മറ്റേത് 2 കയറിയായിരുന്നെങ്കിൽ 3/4 കിലോ റേഞ്ച് ആയേനല്ലേ. സീറ്റ് ഓഫ് റോ കാട്ടോ.